കഴിഞ്ഞ ദിവസം രവി പിള്ള സാറ് ഒരു വാക്ക് പറയേണ്ടായി, മുസ്ലിങ്ങളെല്ലാവരും നല്ലവരാണ് എന്ന്. തീർച്ചയായിട്ടും ആ ഒരു വാദത്തോട്, എല്ലാവരും എന്നൊരു വാദത്തോട് ഞാൻ വിയോജിക്കുകയാണ്. ഒരുപക്ഷെ എല്ലാ മുസ്ലിങ്ങളും എങ്ങനെയാവണം എന്നുള്ളത് അങ്ങനെയാണ്. ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെയും പറ്റിക്കാൻ പാടില്ല, ഒരു മനുഷ്യനെ ചീത്ത പറയാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, പതിയെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, എല്ലാത്തിലും നന്മ കാണിക്കണം, നീതി കാണിക്കണം. ഒരു മനുഷ്യനെ ഇങ്ങോട്ട് തെറി പറഞ്ഞവരെ പോലും അങ്ങോട്ട് തെറി വിളിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? ഒരു അസഭ്യമായുള്ളൊരു വാക്ക് പ്രയോഗിക്കാൻ പാടില്ല. എന്നാൽ ഇതേ മുസ്ലിം പേരുള്ള ആൾക്കാരൊന്ന് സോഷ്യൽ മീഡിയയിൽ പോയി നോക്ക്, ഒരു ശത്രുവിനെ കാണുമ്പോഴേക്ക് തെറി വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ഇതേ മുസ്ലിം പേരുള്ള പല സംഘടനകളായി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി അഭിഷേകം നടത്തുന്നത്, കുറ്റപ്പെടുത്തുന്നത് നോക്ക്. മുസ്ലിം എങ്ങനെയാവണം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് പല മുസ്ലിം പേര് വഹിച്ചവരും. അതിന് എത്ര വലിയ ആൾക്കാരാണെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ളതാണ്. അത് ഒരു മതത്തിൻ്റെ മാത്രം കാര്യമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ മതത്തിലും ഒരു മതം ഇങ്ങനെയാവണം എന്ന് പറയുന്നിടത്ത് ആവില്ലുണ്ടാവുക. ഒരു മുസ്ലിം എനിക്കറിയാം, അവർക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രതിസന്ധി സമാധാനം കൈവിടില്ല. ഇന്ന് വളരെ 24 മണിക്കൂറും പ്രാർത്ഥനകളും ദാനങ്ങളും കീർത്തനങ്ങളും ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ ഒരുപാട് അസ്വസ്ഥയുള്ള മനസ്സുകൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും അവരിൽ അത്രമാത്രം തൻ്റെ വിശ്വാസം പ്രാക്ടിക്കലായിട്ട് സ്വാധീനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നെ തന്നെ പറ്റിച്ചവരെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതലും ഒരുപക്ഷെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം മുസ്ലിങ്ങളുണ്ട്, ഹിന്ദു മതത്തിൽപ്പെട്ടവരുണ്ട്, ക്രിസ്തു മതത്തിൽപ്പെട്ടവർ ആരുമില്ല. പക്ഷേ കാരണം എനിക്ക് വളരെ അപൂർവമായിട്ട് ക്രിസ്തു മത വിശ്വാസികൾ നമ്മുടെ ചുറ്റുപാടിലുള്ളൂ ഉള്ളത് കൊണ്ടാണ്. അല്ല, ഉണ്ട്, പറ്റിച്ചവരുണ്ട് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ എല്ലാ മതത്തിൽപ്പെട്ടവരും പറ്റിക്കാൻ ഒരു മതവിശ്വാസിക്ക് പറ്റൂല. ഒരു മറ്റു മനുഷ്യനെ പറ്റിക്കാൻ ഒരു മതത്തിൽപ്പെട്ട ആളാണെങ്കിലും പറ്റൂല. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളിൽ ചെറിയ അബദ്ധങ്ങളുണ്ടാവും. തെറ്റായ മനുഷ്യരും നന്മ നിറഞ്ഞ മനുഷ്യരും പലതിലും ഉണ്ടാവും. ഒരു മനുഷ്യനോട് പണം വായ്പ കൊടുത്താൽ അത് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കുന്നവനാവണം ഒരു വിശ്വാസി. ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൂലി കറക്റ്റ് കൊടുക്കണം. എത്രയോ ആൾക്കാർ കൂലി കൊടുക്കാതെ പറ്റിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പൊതുവായിട്ട് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ആവേണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയൊക്കെ ആവാത്ത ഒരുപാട് വിശ്വാസികളെ കാണാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ.